നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ചില ഭരണ നടപടികൾ സംസ്ഥാനത്ത് ഈയിടെ കൈക്കൊള്ളുകയുണ്ടായി. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയാണ് അത് ഇതുവരെ നടത്തി വന്നിരുന്നത്. പ്രധാനമായിട്ടും മുതിർന്ന പൗരന്മാരുടേതായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ സംസ്ഥാനത്തെ പല വകുപ്പുകളും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പോലീസ് വകുപ്പുണ്ട്, ആരോഗ്യമുണ്ട്, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. ഇങ്ങനെ നിരവധി വകുപ്പുകൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പലവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പാർലമെൻറ്റ് പാസ്സാക്കിയ 2007 നിയമമായ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന് പറയുന്ന നിയമം, അത് സംബന്ധിച്ച വിഷയങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ RDOമാരാണ് അത്തരം കേസുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുടെ നടത്തിപ്പിൻ്റെ ഒരു പൊതുവായ ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറ്റതിന് ശേഷം വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് മെയ് 19 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വയോജന ക്ഷേമത്തിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ്. 19/5/2026 63/2026 GAD എന്ന സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു പുതിയ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പുതിയ പദ്ധതികൾ രൂപീകരിച്ച് നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിനുമായി വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് ഈ GOയിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 30/5/2026 മറ്റൊരു സർക്കാർ ഉത്തരവ് കൂടി ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് പുറത്തിറക്കി. ഈ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട, ഈ പുതിയ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ഉത്തരവാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 30/5/2026 11/2026 SJD എന്ന GO പ്രകാരമാണ് ഈ വിഷയങ്ങൾ തീരുമാനിച്ച് കൈമാറ്റം ചെയ്യാൻ സർക്കാർ നടപടിയെടുക്കുന്നത്. അതിലെ 6 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 1. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്സ് ആൻഡ് റൂൾസ് റിലേറ്റിംഗ് ടു ദി വെൽഫെയർ ഓഫ് ദി എൽഡർലി. 2. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് റിലേറ്റിംഗ് ടു ദി വെൽഫെയർ ഓഫ് ദി എൽഡർലി. 3. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് റിലേറ്റിംഗ് ടു ദി വെൽഫെയർ ഓഫ് ദി എൽഡർലി. 4. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് സ്കീംസ് റിലേറ്റിംഗ് ടു ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. 5. ദി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദി എൽഡർലി. 6. ഓൾഡ് ഏജ് ഹോംസ്. ഈ 6 വിഷയങ്ങളാണ് ഇപ്പോൾ വയോജന ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇതുവരെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി, സാമൂഹ്യ നീതി വകുപ്പ് വഴി ഈ കാര്യങ്ങൾക്ക് സമീപിച്ചിരുന്ന ആളുകൾ ഇനി തുടർന്ന് ഈ വയോജനക്ഷേമത്തിനുള്ള പ്രത്യേക വകുപ്പിനെ ആണ് സമീപിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, പുതിയ ഉത്തരവുകളും നിർദ്ദേശങ്ങളും ഉണ്ടാകുന്ന മുറയ്ക്ക് നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാ വിഭാഗം ജനങ്ങളും ശ്രദ്ധിക്കുക എന്ന അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും നമസ്കാരം.